What's up, guys? It's me, Abel, and mommy is here. What are you guys doing? ഗുഡ്. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിതാ വീണ്ടും ഈവനിങ് വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ ചക്കരമുത്തിൻ്റെ കൂടെ അല്ലേ? ചക്കരമുത്തിൻ്റെ പേരെന്തുവാ? അബേലല്ലേ? ഏബൽ. Abel. And Abel, yeah. If you want to call him that. ഒരു പേരിലേ ഉള്ളൂ. Yeah. ഓക്കെ, അപ്പോൾ എന്താ ഇന്നത്തെ ചിന്താവിഷയം? ഓക്കെ, ചിന്താവിഷയം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Our walk and your childhood. ചൈൽഡ്ഹുഡ് മെമ്മറിയേക്കാളൊരു മെസ്സേജാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഇത്ര എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ജോലിയെ പറ്റിയാണ് ഇന്ന് പറയാനുള്ളത്. ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടല്ലേ. അപ്പം നമ്മളിപ്പം നാട്ടിലൊക്കെ ഉള്ള എൻ്റെ ചെറുപ്പത്തിലുള്ള അനുഭവത്തിലുണ്ടല്ലോ, ആളുകൾ ഓരോ ജോലിക്കും അതിന് അത്ര മാന്യതയും വാല്യൊന്നും മനുഷ്യർക്കൊന്നും കൽപ്പിക്കാതുള്ളൊരു പെരുമാറ്റ രീതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് ഒത്തിരി ഹർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? കാരണം നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോഴും ആരും താഴെയല്ല മുകളിലും ഇല്ല എന്നുള്ളൊരു ചിന്ത വേണം. കാരണം നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയാണല്ലോ വേറൊരാൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ലോണ്ട്രി ചെയ്യാനുള്ള ആളില്ലെങ്കിൽ ലോണ്ട്രി ചെയ്ത് കിട്ടുമോ? നേഴ്സുമാരുടെ ജോലി ഇത് രോഗികളെ ശുശ്രൂഷിക്കാൻ പറ്റുമോ? ഡോക്ടറിലെ രോഗികളെ നോക്കാൻ പറ്റുമോ? അങ്ങനെ ഓരോ മേഖലയിലും ഓരോരുത്തരുടെയും കഴിവ് അവർ ഡിസ്പ്ലേ ചെയ്യുകയാണ്. സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റാതായിപ്പോയവരും ജോലി നേടാൻ പറ്റാത്തവരൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ ഒന്നും കുറ്റമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം. ചിലപ്പം കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിന് വേണ്ടി പാരൻസ് അവരുടെ ജീവിതം ത്യജിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കുന്നവരുണ്ട് അല്ലേ? പിന്നെ ഏതോ ഒരു ഭാഗ്യവശാലും ജോലി കിട്ടിപ്പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യത്തിലാണ് എനിക്ക് ജോലി കിട്ടണമെന്ന് വലിയൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അല്ലെങ്കിൽ എന്നെ അന്നത്തെ കാലത്തെ രീതി അനുസരിച്ച് വിവാഹം ചെയ്ത് വിട്ട് നാട്ടിലേതായ ജീവിത രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി വലുതാക്കി അങ്ങനെ ഒരു ജീവിതമായി മാറും. എല്ലാ ജീവിതത്തിനും ഉണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ അല്ലേ. ഇപ്പോൾ ജോലി ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും സന്തോഷവതിയായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സന്തോഷത്തെ ഉണ്ടാക്കണം. ഓക്കെ, നമ്മൾ തന്നെ നമ്മുടെ സന്തോഷത്തെ ഉണ്ടാക്കണം. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ എനിക്കിതിൽ പറയാനുള്ളത്. കാരണം ആരും നമ്മുടെ മനസ്സിലേക്ക് സന്തോഷം കൊണ്ടിടാൻ പറ്റത്തില്ല. നമുക്ക് സന്തോഷം ഇല്ലെങ്കിൽ വേറൊരാൾ എന്ത് പറഞ്ഞാലും നമുക്ക് സന്തോഷമായിട്ട് തോന്നത്തുമില്ല. അതാണ് പ്രത്യേകത. അപ്പോൾ എപ്പോഴും നമ്മുടെ സന്തോഷത്തെ കളയാൻ അനുവദിക്കുകയും ചെയ്യരുത് മറ്റുള്ളവരെ. ഓക്കെ, നമ്മുടെ സന്തോഷം കളയാൻ മറ്റുള്ളവരെ അനുവദിക്കുകയും ചെയ്യരുത്. നമ്മുടെ സന്തോഷത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കണം. അതാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ള മെയിൻ മെസ്സേജ്. കാരണം മറ്റു മനുഷ്യർ നമ്മുടെ സന്തോഷത്തെ കളയാൻ ശ്രമിക്കുന്നവരുണ്ട്. പല നെഗറ്റീവ് കാര്യങ്ങളും പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ സന്തോഷത്തിനെ ഇല്ലാതാക്കുന്നവരുണ്ട്. അവരിൽ നിന്ന് അകന്ന് ജീവിക്കുക, എവേ ഫ്രം ദം. ഓക്കെ, അതാണ് വേണ്ടത്. നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സമാധാനമാണ് വളരെ വലുതായിട്ട് കാണേണ്ടത്. മറ്റെന്തിനേക്കാളും നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ പോകുന്നിടത്തെല്ലാം സന്തോഷം സമാധാനം നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ നമുക്ക് സന്തോഷമില്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയാലും ആ ഒരു മാനസിക വിഷമല്ലേ നമ്മുടെ മുഖത്ത് കാണുന്നത് അല്ലേ? അപ്പം നമ്മളെപ്പോഴും പരമാവധി ഹാപ്പിയായിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നടക്കുന്നതൊക്കെ ഒരു ശീലമാക്കണം എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയും വർഷം നമ്മളിവിടെ വന്നിട്ട് പക്ഷേ ഞാൻ നടക്കാൻ അങ്ങനെ പോയിട്ടേ ഇല്ല. കണ്ടിട്ടുണ്ടോ നടക്കാൻ? ഞാൻ ഈ 5 ദിവസമായതേ ഉള്ളൂ നടക്കാൻ ഇറങ്ങിയിട്ട്. അതിൽ ജോലി കഴിഞ്ഞ് വരുന്നു, ഓടി വരുന്നു, കുക്കിംഗ് ചെയ്യുന്നു, പിന്നെ കുളിച്ച് കിടന്നുറങ്ങുന്നു. അതല്ല നമ്മൾ വേണ്ടതെന്ന് ചിന്തിക്കാൻ വളരെ വൈകിപ്പോയി എന്നൊരു സംശയമുണ്ട് അല്ലേ? നിങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ എത്ര സമയം കിട്ടിയാലും ഒന്ന് നടക്കുകയും എക്സർസൈസ് ചെയ്യുകയും എല്ലാം വേണം നമ്മുടെ ജീവിതത്തിൽ. നമ്മളെ ടേക്ക് കെയർ ചെയ്യാതെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കാലമല്ലേ ഉള്ളൂ ഈ ഭൂമിയിൽ. അപ്പോൾ ആ കാലങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അല്ലേ കൂട്ടാ?
Yeah. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പം നമ്മൾ നടന്നിപ്പോൾ എത്ര കുറച്ച് ദൂരമായല്ലേ നമുക്കപ്പോൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കാൻ ഒരു രസമല്ലേ. Yeah. അതാ കുഞ്ഞിനെ ഞാൻ വിളിക്കുന്നത്. കുഞ്ഞ് ചിലപ്പം മടി വിചാരിച്ച് കുഞ്ഞും ചക്കര ഇവിടെ വീട്ടിലിരിക്കും. അങ്ങനെ ഇരിക്കില്ല കേട്ടോ കൂട്ടാ. കാരണം ചേച്ചിയും പപ്പയും അതെ മടിയെ നടക്കാൻ. It's better to walk because like you have nothing to do and you have more free time, and if you're like a kid. അപ്പം ഞാൻ 3-4 ദിവസം വെക്കേഷൻ അല്ലേ, അപ്പം നമുക്ക് നടക്കാൻ സമയമുണ്ട്, നമുക്ക് കുക്ക് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ളത് കുക്ക് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെയൊക്കെ പല വായിക്കുക. എന്നെ സംബന്ധിച്ച് ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ ടി വിയും ഫോണിലൊക്കെ അധികം ഇരുന്ന് സമയം കളയാതെ നമുക്ക് വായന ഒരു പ്രണയമായിട്ട് എടുക്കണം. വായിക്കുന്നത് പ്രണയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഇത്തിരി വായിക്കുമ്പോഴത്തേനും മടുപ്പ് തോന്നും. എന്തോന്നില്ല, തുടക്കമായിട്ടായിരിക്കുമല്ലോ. ഞാൻ ആദ്യമൊക്കെ വായിക്കുമായിരുന്നേ. ഞാൻ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പകാലത്തൊക്കെ വായിക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ തിരക്ക് പിടിച്ചൊരു ജീവിതമായില്ലേ. അങ്ങനെയാണ് വായനാശീലം കുറഞ്ഞത്. റൈറ്റ്, അതാ പറ്റിപ്പോയത്. അല്ലെങ്കിൽ പിന്നെ വായന നല്ല രീതിയിൽ നമ്മൾ തുടരുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് വീണ്ടും അതിലെന്താ കഥ എന്ന് പറഞ്ഞ് വായിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ കുഞ്ഞ് വായിക്കാൻ ശ്രമിക്കണം, ലൈബ്രറി പോകണം കേട്ടോ. I don't always have to go. I can pick up books from the library, but I can't always go there because I want to read at home. Sometimes I don't have the time for it because I have exams and stuff like that. Okay. That's fine. But you should read In the summer, yeah. It's very important. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.